ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ഈസി പുഡിംഗ് റെസിപ്പിയാണ്. ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുഡിങ്ങിൽ റെഡിയാക്കലാണ്. ഏതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ആദ്യം തന്നെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ ബോക്സാണ് കേട്ടോ. ഇതിൻ്റെ 2 ബോക്സ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗറോ കണ്ടൻസ്ഡ് മിൽക്കോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ക്രീമിന് തന്നെ അത്യാവശ്യം മധുരമുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തത് 2 ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 2-3 സ്പൂണ് ന്യൂട്ടല ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ന്യൂട്ടല ഇല്ലെങ്കിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ന്യൂട്ടലയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മറ്റേത് അങ്ങനെ പ്ലെയിനായിട്ട് വിടാം. ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ പേര് ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ബദാമും അതുപോലെ തന്നെ ഒരു 4 സ്ലൈസ് ബ്രെഡും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റിന് പകരം എന്ത് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷെ എന്നാലും കുറച്ചും കൂടി ടേസ്റ്റ് ഇത് തന്നെയാണ്. പിന്നെ ബേർബൺ ബിസ്ക്കറ്റെല്ലാം ഇല്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ ക്രീം കളഞ്ഞിട്ട് അതും യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ചെറിയ ജാറായതുകൊണ്ട് ഇതിൽ തന്നെ ഫുള്ളായിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെച്ച ഐറ്റംസിൻ്റെ എല്ലാം പകുതി എല്ലാം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ 2 ബാച്ചാക്കിയിട്ട് മൊത്തത്തിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാലേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റ് ഐറ്റംസ് എല്ലാം ഇല്ലേ, അപ്പോൾ അതൊന്ന് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലൊരു സ്മെല്ലെല്ലാം വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ താഴെ ഫസ്റ്റ് ലെയറായിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയറില്ലേ, അതൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഞാനൊരു 5-10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതിൻ്റെ മേലെ ഇനിയിപ്പോൾ ഈ ഒരു ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഇപ്പോൾ ആദ്യം തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ക്രീമില്ലേ, ന്യൂട്ടലൊന്നും ചേർക്കാത്ത ആ ഒരു ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ക്രീം ചേർക്കണം എന്നില്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂട്ടല ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ന്യൂട്ടല ചേർക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ന്യൂട്ടല്ല, ചിലതിലിപ്പോൾ ബട്ടർ അങ്ങനെയുള്ള നമ്മൾ ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് അങ്ങനെ എക്സ്ട്രാ ചേർക്കുമ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ന്യൂട്ടല്ലയിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ പറഞ്ഞ പോലെ ഒന്നിക്കൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചേർക്കുക, അല്ലെങ്കിൽ അങ്ങനെ ക്രീം ന്യൂട്ടല്ല വെച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറായിട്ട് ഇങ്ങനെ ഒരു ക്രീം മൊത്തത്തിലൊന്ന് ആക്കി കൊടുക്കലാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ ന്യൂട്ടല്ല വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, ആ മിക്സ് ചെയ്തെടുത്തത്, അപ്പം അതും കൂടെ നെക്സ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുക്കലാണ്. ഇതിപ്പോൾ 2 പുഡിംഗ് ട്രേ ഉള്ളതുകൊണ്ട് അങ്ങനെ ഓരോന്നാക്കിയിട്ട് സെറ്റാക്കി എടുക്കലാണ്. ഈ ഒരു പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് ഇതും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാനിലേക്ക് ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമില്ലേ അതെടുത്തിട്ടുള്ളത്, അത് ആ ഒരു ഡബ്ബ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നെ കുക്കിംഗ് ചോക്ലേറ്റ് ഇല്ലേ, അപ്പം അതും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നോർമൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് ചോക്ലേറ്റിൻ്റെ 2 വലിയൊരു ബാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ഇത് ചോക്ലേറ്റിലും റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പുഡിങ്ങും ഒന്ന് സെറ്റായി വന്നിട്ടിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ചോക്ലേറ്റിൽ അത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ സെൻറ്ററിലോ അങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ട്രേ ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മൊത്തമായിട്ടൊന്ന് കവറായിട്ട് കിട്ടിക്കോളും.
ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടെ. ഞാനിപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നില്ല കേട്ടോ. ഇതുപോലത്തെ ഈ ഒരു ചോക്ലേറ്റ് ബോൾസില്ലേ, അതിങ്ങനെ സെൻറ്ററിൽ ഒരു ഫ്ലവർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ പുഡിങ്ങിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കലാന്ന്. ഇതാ പുഡിങ്ങെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 2-3 മണിക്കൂറിൽ വെക്കുക. ഈ ഒരു പുഡിങ്ങിനെടുത്ത ക്രീം ഒന്ന് കുറച്ച് ബാക്കിയായിട്ടുണ്ടായിനി. പിന്നെ 2 പാക്കറ്റ് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പുഡിങ്ങെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. ഇന്നിപ്പം മെരുവോൻ്റെ ബർത്ത്ഡേ ആണ്. മെരുവോ എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന്. കുറച്ച് കമൻസ് കണ്ടിട്ടുണ്ടായിന്, അങ്ങനെ ഇക്കാൻ്റെ വീട്ടിൽ പോക്കില്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. ടൈമെല്ലാം കിട്ടുമ്പോൾ പോക്കുണ്ട്. പിന്നെ ഇന്നിപ്പം ചെറിയൊരു പരിപാടിയെല്ലാം കൊണ്ടുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ബർത്ത്ഡേ ബോയിൻ്റെ പേര് റയാൻ എന്നാണ് കേട്ടോ. അപ്പോൾ റയാൻ സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു കേക്ക് എൻ്റെ ഒരു കസിൻ്റെ വൈഫ് ഉണ്ടാക്കിയതാണ്. അവൾ അടിപൊളിയിൽ കേക്ക് ഉണ്ടാക്കും കേട്ടോ. ആയിഷാസ് കേക്ക്സ് ബൈ ഹന്ന മുജീബ് എന്നാണ് പേജ്. ഇൻസ്റ്റാഗ്രാമിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത ഭാഗത്തിലും നല്ല അടിപൊളിയായിട്ടും അഫോർഡബിൾ പ്രൈസിനും കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു പേജ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടിനാ? എങ്ങനെയുണ്ട്? ഇതാ കേക്ക് കട്ടിങ്ങും കേക്ക് കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡെല്ലാം നേരത്തെ റെഡി ആയിനി. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കലാന്ന്. ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് കുബൂസും ചിക്കനും അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും അലിസയെല്ലാം ഉള്ളത്. അപ്പോൾ ഇതാ ഫുഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കലാന്ന്. അന്നത്തെ ഒരു ദിവസം കുട്ടികളാണ് കേട്ടോ കൂടുതലുണ്ടായത്. കാരണം കുട്ടികൾക്കാണല്ലോ ബർത്ത്ഡേ എന്നെല്ലാം പറയുമ്പം ആവേശവും ആഘോഷവും. അപ്പം അങ്ങനെ പിന്നെ ഓരോരാൾ ഓരോരോ പുഡിങ്ങെല്ലാം എടുത്തിട്ടുണ്ടായിനി അങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയും അടിപൊളി വീഡിയോ എല്ലാം ആയിട്ട് കാണുക. അതുവരേക്കും ബൈ.